Good afternoon, students. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് WPAN, വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. നമ്മളൊക്കെ അറിയാം ലാന്, വാന്, പാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. സോ ഇതെന്താണ്? WPAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർലെസ് ആണ്, അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് WPAN. നമ്മൾ മുന്നേയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂടൂത്ത് ഒക്കെ അല്ലേ? ഇതും അതേ സെയിം ഷോർട്ട് റേഞ്ചിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് WPAN. ലൈക്ക് നമ്മുടെ ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ഹോം, അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ WPAN യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 10 meters ആണ്. ഓക്കെ, 10 meters റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പോസിബിൾ ആവുന്നത്. അതുപോലെ തന്നെ ഒരുപാട് യൂസേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. ലൈക്ക് നമ്മുടെ ലാപ്ടോപ്പ്, സെൽഫോൺ, PDA ആൻഡ് അതർ ഡിവൈസസ് ഓഫ് ദിസ് ടൈപ്പ്. ഓക്കെ, ദർ ആർ 3 സർവീസസ്, 3 സർവീസസ് ആണ് ഈ WPAN പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B ആൻഡ് ഗ്രൂപ്പ് C. ഗ്രൂപ്പ് എയിൽ എന്താണ് പറയുന്നത്? യൂസസ് എ ബാൻഡ് ഓഫ് അൺലൈസൻസ്ഡ് സ്പെക്ട്രം, അതായത് 2.4 GHz ഉള്ള സ്പെക്ട്രമാണ് എന്തിൽ യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഗ്രൂപ്പ് എ എന്ന് പറയുന്ന സർവീസിൽ യൂസ് ചെയ്യുന്നത്. ദ സൈസ് ഓഫ് ദ സെൽ അറൗണ്ട് ദ പോയിന്റ് ഓഫ് എമിഷൻ ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 1 meter. 1 meter ആണ് എന്ത് നമ്മുടെ എമിഷൻ റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ പവർ കൺസപ്ഷൻ എന്താണ്? ലോ ആണ് ആസ് കമ്പയർഡ് ടു അതർ ഡിവൈസസ്. എന്താണ് പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത്? കുറവാണ്. കാരണം നമുക്ക് അവർ യൂസ് ചെയ്യുന്നത് ഒരുപാട് കാലം അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ദ സെലക്റ്റഡ് ട്രാൻസ്മിഷൻ മോഡ് ഈസ് കണക്ഷൻലെസ്. അതായത് നമ്മൾ വയർലെസ് ആണെന്ന് പറഞ്ഞു. സോ എന്താണ് കണക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറയുന്നത് കണക്ഷൻലെസ് ആയിരിക്കും. അതായത് വയർലെസ് ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, then one single physical location, it may therefore be simultaneously a network of each type, both of which can be possibly function degraded away. അതായത് നമ്മളിപ്പോൾ ഒരു സിംഗിൾ ഫിസിക്കൽ ലൊക്കേഷനിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കൂ. അപ്പോൾ ആ സമയത്ത് എന്താണ് അവരുടെ ഫങ്ഷനിങ് ചില സമയത്ത് ഡീഗ്രേഡ് ചെയ്യാം. അതായത് അവരുടെ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് ഈ ഗ്രൂപ്പ് എ സർവീസസിൽ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് B ആണ്. ഗ്രൂപ്പ് B എന്ന് പറയുന്നത് ഷോസ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മാക് ലെവലിലാണ് 100 MB/s ആണ് അവരുടെ ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ വരുന്നത് ദ കോർ നെറ്റ്വർക്ക് മസ്റ്റ് ബി ഏബിൾ ടു ഇൻ്റർകണക്ട് അറ്റ്ലീസ്റ്റ് 6 machines. അതായത് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റ്ലീസ്റ്റ് ഒരു 6 machines നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ക്വാളിറ്റി ഓഫ് സർവീസ് QoS അൽഗോരിതം ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താണ് നമ്മുടെ ഈ നമ്മുടെ ഈ എല്ലാ ഓപ്പറേഷൻസും, അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ ടെലിഫോൺ സ്പീച്ചസ്, അങ്ങനെ മറ്റുള്ള എല്ലാ ഓപ്പറേഷൻസും നമുക്ക് മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഓതറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് QoS ക്വാളിറ്റി ഓഫ് സർവീസ് അൽഗോരിതം നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ദ റേഞ്ച് ബിറ്റ്വീൻ ദ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ റീച്ചസ് ഇൻ 10 meter. അപ്പോൾ നമ്മളെ ട്രാൻസ്മിറ്ററും റിസീവറും, നമ്മളിപ്പോൾ ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ടായിരിക്കും. അത് ബിറ്റ്വീൻ ദ റേഞ്ച് ഓഫ് 10 metersൻ്റെ ഉള്ളിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, ദെൻ ഫൈനലി ദിസ് നെറ്റ്വർക്ക് ക്ലാസ് മസ്റ്റ് ഹാവ് ബ്രിഡ്ജസ് വിത്ത് അതർ കാറ്റഗറീസ് ഓഫ് 802.15 നെറ്റ്വർക്ക്സ്. അതായത് ഇപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് മാത്രമല്ല, മറ്റൊരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഗ്രൂപ്പ് സിയിൽ എന്താ പറയുന്നത്? ഗ്രൂപ്പ് സിയിൽ ഇമ്പോർട്ടൻ്റ് ന്യൂ ഫീച്ചേഴ്സ് ഫോർ ഇൻഡിവിജ്വൽസ് ഓർ ബിസിനസ് പേർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഗ്രൂപ്പ് C സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സച്ച് ആസ് കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റി, വളരെയധികം സെക്യൂരിറ്റിയാണ് എന്തിനുള്ളത്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിഷൻ നടത്തുന്ന സമയത്ത്. ദെൻ വീഡിയോ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ റോമിംഗ് ബിറ്റ്വീൻ വയർലെസ് നെറ്റ്വർക്ക്സ്. WPAN എന്താണ്? ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. നമ്മുടെ ഒരു ചെറിയൊരു റേഞ്ചിലൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് അല്ലേ? ദെൻ 10 meter ആണ് അതിൻ്റെ ഒരു റേഞ്ച് ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ലൈക്ക് ബ്ലൂടൂത്ത് പോലെ തന്നെയാണ്.
ഇതിനൊരു വേറൊരു സ്പെസിഫിക് ഫീച്ചറും കൂടെ ഉണ്ട്, നോൺ ആസ് പ്ലഗ് ഇൻ എന്ന് പറയും. പ്ലഗ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പ്ലഗ് ഇന്നിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരുപാട് കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലുള്ള ചിലപ്പോൾ 1-2 WPANs ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഡിവൈസസുകളെ നമ്മളൊരു കേബിൾ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ആ ഡിവൈസസ് തമ്മിൽ. ലൈക്ക് 2 WPANൻ്റെ ഉള്ളിലുള്ള ഡിവൈസസ്. ഓക്കെ, അതിനെയാണ് പ്ലഗ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം കൊണ്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എബിലിറ്റി ടു ഈച്ച് ഡിവൈസ് ടു ലോക്ക് ഔട്ട് അതർ ഡിവൈസസ് സെലക്റ്റീവ്ലി. മറ്റ് ഡിവൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്, അൺഓതറൈസ്ഡ് ആക്സസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയാണ് WPAN പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വയർലെസ് സെൻസർ നെറ്റ്വർക്ക്. നമുക്കറിയാം സെൻസർ അല്ലേ, ഒരുപാട് സെൻസേഴ്സ് ഇന്ന് അവൈലബിൾ ആണ് അല്ലേ. സോ ആ വയർലെസ് സെൻസർ നെറ്റ്വർക്കിനെ പറ്റിയിട്ടാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. ഇതിലെന്താണ്, ലാർജ് നമ്പർ ഓഫ് സർക്കുലേറ്റിംഗ് സെൽഫ് ഡയറക്റ്റഡ് മൈന്യൂട്ട് ലോ പവേർഡ് ഡിവൈസസ് നെയ്മഡ് സെൻസർ നോഡ്സ് കോൾഡ് മോഡ്സ്. അതായത് എന്താണ്, നമുക്ക് പല ആവശ്യങ്ങൾക്ക് പല പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവ എന്തായിരിക്കും, സെൽഫ് ഡയറക്റ്റഡ്, സർക്കുലേറ്റിംഗ്, മൈന്യൂട്ട് ആയിരിക്കും, അതുപോലെ തന്നെ ലോ പവേർഡ് ഡിവൈസസ് ആയിരിക്കും. ഇതിന് മോഡ്സ് എന്ന് പറയുന്നുണ്ട്, MOTS മോഡ്സ്. ഓക്കെ, സോ ഇതിലെന്താണ്, നമുക്ക് നെറ്റ്വർക്ക്സ് certainly cover a huge number of spatially distributed little battery operated embedded devices that are networked to caringly collect, process and transfer data to the operators, and it has controlled the capabilities of computing and processing. Nodes are tiny computers which work jointly to form networks. അതായത് നമുക്കറിയാം, ഈ ഓരോ സെൻസേഴ്സ് നമ്മൾ പല ഡിവൈസസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്താണോ നമുക്ക് പേർപ്പസ് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ചെറിയൊരു ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, സെൻസേഴ്സ് യൂസ് ചെയ്യുന്ന ഡിവൈസസ്. ദെൻ ദ സെൻസർ നോഡ് ഈസ് മൾട്ടി ഫങ്ഷണൽ. നമുക്കറിയാം സെൻസേഴ്സ് എന്താണ്, മൾട്ടി ഫങ്ഷണലാണ്, എനർജി എഫിഷ്യൻറ്റ് വയർലെസ് ഡിവൈസ് ആണ്. ദെൻ ദ ആപ്ലിക്കേഷൻ ഓഫ് മോഡ്സ് ഈസ് ഇൻഡസ്ട്രിയൽ ആർ വൈഡ് സ്പ്രെഡ്. സെൻസേഴ്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് വൈഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നൊരു ഇതാണ്. Then a collection of sensor nodes collects the data from the surroundings to achieve specific application objectives. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻസേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ സറൗണ്ടിങ്സിലുള്ള പല ഡാറ്റയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മോഡ്സ് ക്യാൻ ബി ഡൺ വിത്ത് ഈച്ച് അതർ യൂസിങ് ട്രാൻസ്സീവേഴ്സ്. ഈ സെൻസേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്സീവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. Then in a wireless sensor network the number of modes can be in order of hundreds. അതൊരു വയർലെസ് സെൻസർ നെറ്റ്വർക്കിൽ എന്താണ്, നോഡ്സിൻ്റെ എണ്ണം മേ ബി ഒരുപാട് ഉണ്ടായിരിക്കും, thousands or hundreds മോഡ്സ് അതിലുണ്ടായിരിക്കും. ഓക്കെ, so in contrast with the sensor network, ad hoc networks will have fewer network without any structure. നമ്മളിപ്പോൾ ഈ വയർലെസ് സെൻസർ നെറ്റ്വർക്കിൽ എന്താണ്, തൗസൻഡ്സ് ഓഫ് സെൻസേഴ്സ് ഉണ്ടായിരിക്കും. എന്നാൽ അഡ്ഹോക്ക് നെറ്റ്വർക്കിൽ എന്താണ്, അവിടെ മേ ബി ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്യൂവർ നോഡ്സ് ആയിരിക്കും, വിത്തൗട്ട് എനി സ്ട്രക്ചർ, കുറഞ്ഞ നോഡ്സേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് വയർലെസ് സെൻസർ നെറ്റ്വർക്കിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ വരും. പവർ കൺസപ്ഷൻ എന്താണ്, കുറവാണ്. ഓക്കെ, ദെൻ കപ്പാസിറ്റി ടു ഹാൻഡിൽ നോഡ് ഫെയിലേഴ്സ്. അതായത് നോഡ് ഫെയിലർ വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സം മൊബിലിറ്റി ഓഫ് നോഡ്സ് ആൻഡ് ഹെട്രോജിനിറ്റി ഓഫ് നോഡ്സ്. അതായത് പല നോഡ്സ് പല തരത്തിലുള്ള എന്തുണ്ടായിരിക്കും, സെൻസേഴ്സ് ഉണ്ടായിരിക്കും, അവയ്ക്ക് ചിലപ്പോൾ മൊബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ സ്കെയിലബിലിറ്റി ടു എ ലാർജ് സ്കെയിൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. പല സ്ഥലങ്ങൾ അല്ലെങ്കിൽ ലാർജ് ഏരിയ നമുക്ക് അല്ലെങ്കിൽ ലാർജ് ഡിസ്ട്രിബ്യൂഷനാണ്
ഇതിനെ വരുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ സെൻസേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം, വേണമെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ ഒരു സ്കെയിലബിൾ ആണ് എന്ത് ഈ വയർലെസ് സെൻസർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ കേപ്പബിലിറ്റി ടു എൻഷുർ സ്ട്രിക്റ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. പല എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള ഡാറ്റ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യാൻ പറ്റും, ഓർ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ദെൻ സിമ്പിൾ ടു യൂസ് ആൻഡ് ക്രോസ് ലെയർ ഡിസൈൻ. അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ക്രോസ് ലെയർ എന്ന് പറഞ്ഞൊരു ഡിസൈനാണ്. ദെൻ യൂസ് ചെയ്യാൻ സിമ്പിളാണ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് വയർലെസ് സെൻസർ നെറ്റ്വർക്ക്. നമ്മൾ സെൻസർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ വരും? ഒരു ഇമ്മൂവബിൾ, വിത്തൗട്ട് ഇമ്മൂവബിൾ ഇൻഫ്രാസ്ട്രക്ചറാണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മൂവബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ ഒരു വയർലെസ് സെൻസർ നെറ്റ്വർക്ക്സിനുള്ളത്. ഓക്കെ. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോപ്പ് ഏരിയാസിൽ ലൈക്ക് നമ്മുടെ മൗണ്ടെയ്ൻസ്, ഓവർ ദ സീ, കടലിൻ്റെ അവിടെ, അതുപോലെ തന്നെ ഉള്ള ഏരിയകളിൽ, റൂറൽ ഏരിയാസിൽ, അതുപോലെ തന്നെ ഡീപ്പ് ഫോറസ്റ്റിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെൻസേഴ്സ് നമുക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് അവിടുത്തെ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാം. ഡയറക്റ്റ്ലി നമുക്ക് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് ഈ വയർലെസ് സെൻസർ നെറ്റ്വർക്ക് യൂസ് ചെയ്താൽ അങ്ങനെയുള്ള ഏരിയയിലുള്ള ഡാറ്റയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്ത് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ ഇതിലെന്താണ്, അഡീഷണൽ ഒരു വർക്ക് സ്റ്റേഷൻ നമുക്ക് റിക്വയർ ചെയ്യുന്നുണ്ട്. ദെൻ എക്സിക്യൂഷൻ പ്രൈസിങ് ഈസ് ഇൻഎക്സ്പെൻസീവ്. മറ്റുള്ളതിനൊക്കെ അപേക്ഷിച്ച് എന്താണ്, ഇൻഎക്സ്പെൻസീവ് ആണ്. ദെൻ ഇറ്റ് അവോയ്ഡ്സ് ദ പ്ലെൻറ്റി ഓഫ് വയറിങ്. നമുക്ക് വയർഡ് കണക്ഷൻ അല്ലല്ലോ ഇത്, അതുകൊണ്ട് വയറിങ് എന്താണ് ഇവിടെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് മൈറ്റ് പ്രൊവൈഡ് അക്കോമഡേഷൻസ് ഫോർ എ ന്യൂ ഡിവൈസ് അറ്റ് എനി ടൈം. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ സെൻസേഴ്സിനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ക്യാൻ ബി ഓപ്പൺഡ് ബൈ യൂസിങ് സെൻട്രലൈസ്ഡ് മോണിറ്ററിങ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഒരു ഏത് സമയം നമുക്കൊരു സെൻട്രലൈസ്ഡ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ദെൻ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്കറിയാം. വേരിയസ് ഏരിയയിൽ നമ്മൾ സെൻസർ നെറ്റ്വർക്ക്, വയർലെസ് സെൻസർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മിലിറ്ററി ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പല ഏരിയകളിൽ ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് മിലിറ്ററി ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽത്ത് ആപ്ലിക്കേഷൻസ്, നമ്മുടെ ഓപ്പറേഷൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കീ ഹോൾ, അതുപോലെ തന്നെ പല ഓപ്പറേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടും നമ്മൾ വയർലെസ് സെൻസർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എൻവയോൺമെൻറ്റൽ ആപ്ലിക്കേഷൻസ്, ഹോം ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ്, ഏരിയ മോണിറ്ററിങ്, ഹെൽത്ത് കെയർ മോണിറ്ററിങ്, ദെൻ എൻവയോൺമെൻറ്റൽ എർത്ത് സെൻസിങ്, എയർ പൊല്യൂഷൻ മോണിറ്ററിങ്, ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ, ലാൻഡ്സ്ലൈഡ് ഡിറ്റക്ഷൻ, വാട്ടർ ക്വാളിറ്റി മോണിറ്ററിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ മോണിറ്ററിങ്. ഇത്രയാണ് എന്തിൻ്റെ വയർലെസ് സെൻസർ നെറ്റ്വർക്കിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും ഇത് വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ ഒരു വോയിസ് നോട്ട് എനിക്ക് ഷെയർ ചെയ്ത് തരിക. ഓക്കെ. താങ്ക് യു.